സുമ കുക്കിംഗ് ക്രാഫ്റ്റിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. എല്ലാ വീട്ടമ്മമാർക്കും ജോലി ഒതുക്കാനും പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ടൊമാറ്റോ ചട്നി എന്ന് പറയുന്നത്. ഒരാഴ്ച വരെ ഇരിക്കും. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരി ഇടുമ്പോൾ നമ്മൾ 2-3 ദിവസത്തേക്കുള്ള അരി മാവ് അരച്ച് വെച്ചേക്കും. അരി നമ്മൾ അരച്ച് ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഡെയിലി സാമ്പാർ ഉണ്ടാക്കണം, ചട്നിയൊക്കെ ഉണ്ടാക്കണം. ഇതെന്ന് പറയുമ്പോൾ ഒരാഴ്ച യാതൊരുവിധ കേട് കൂടാതെ ഈ ടൊമാറ്റോ ചട്നിയും വെളിയിൽ വെച്ചിരുന്ന അതേ ടേസ്റ്റിൽ അതേ പുതുമയോട് കൂടി ഇരിക്കും. യാതൊരുവിധ കേടുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ടൊമാറ്റോ ചട്നിക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ദോശയ്ക്ക് കഴിക്കാം, ഇഡ്ഡലിക്ക് കഴിക്കാം, അപ്പത്തിന് കഴിക്കാം, ഇടിയപ്പത്തിന് കഴിക്കാം, റൈസിന്റെ കൂടെ, ഉച്ചയ്ക്ക് ലഞ്ചിന്റെ കൂടെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ കഞ്ഞിക്കും കഴിക്കാം. അത്ര സുന്ദരമായ, വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു ടൊമാറ്റോ ചട്നി നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ ചട്നിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ്, അതായത് എപ്പോഴെങ്കിലും ടൊമാറ്റോ എടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് കളയണം. തൊലി ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ പീലർ വെച്ചിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും ടൊമാറ്റോയുടെ സ്കിന്ന് കളഞ്ഞ് വെച്ചിരിക്കുന്നത്. ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു കുറച്ച്, വറ്റൻ മുളക്, വെളുത്തുള്ളി ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 1.5 സവാളയാണ്. കറിവേപ്പില, ഇത്രയുമാണ്. പിന്നെ ഒരു ഇച്ചിരി സാധനം കൂടെ ഉണ്ട്, അത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇത് ഇത്രയുമാണ് ഞാൻ ടൊമാറ്റോ ചട്നിക്ക് ആവശ്യമായ സാധനം എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ്, അതായത് ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിനാണ്, ഇത് പരന്നിരിക്കുന്നതാണ്. ഞാൻ ഇതിന് 5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കടുകിട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി വട്ടത്തിൽ എരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മെറൂൺ കളറാവണം, അല്ലെങ്കിൽ ഒരു പച്ച ചുവയ്ക്കും. വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറിയതായിട്ടൊന്ന് മഞ്ഞ കളർ വരണം. ഈ സവാള ഇടുകയാണ്. ഒന്ന് വാടട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ബാക്കി സാധനം പിന്നീട് ഇടാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സവാള ഈ മഞ്ഞ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വാങ്ങി വെക്കട്ടെ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വറ്റൽമുളക് വന്ന് നോക്കണം. ഇങ്ങനെ വറുത്ത് വെച്ച ഈ ടൊമാറ്റോ ചമ്മന്തി ഒരാഴ്ച വരെ യാതൊരുവിധ കേടും കൂടാതെ ഇങ്ങനെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മുളക്, വറ്റൽമുളക് നമ്മൾ വാങ്ങി വെച്ച് പറയായി. ഈ ടൊമാറ്റോ ഇടുകയാണ്. ടൊമാറ്റോ ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തോളൂ. ഇത് എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഓക്കെ, പോയിട്ട് തിരിച്ചു വരാം. ഇനി കറിവേപ്പില ഇടുകയാണ്. തീ ഓഫ് ചെയ്തേ. നമ്മൾ അത്രയും ടൊമാറ്റോ നമ്മൾ വാടി വന്നപ്പോൾ ഇത്രയുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടും. നല്ല ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിക്ക്. അപ്പം ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് വരാം. ഓക്കെ, ഇപ്പം 2 ദോശയും കൂടെ നമുക്ക് ചുട്ട് നോക്കാം. നല്ല മൊരിഞ്ഞ ദോശ. നമ്മുടെ ദോശ ഓക്കെ ആയിട്ടുണ്ട്. ചട്നി ഓക്കെ ആയിട്ടുണ്ട്. ഇതൊരു ഞാൻ പാത്രത്തിലോട്ട് മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ ദോശയും ടൊമാറ്റോ ചട്നിയും വെള്ള ചമ്മന്തിയും
രണ്ട് ചട്നിയായി ദോശയായിട്ടുണ്ട്. ദോശ നല്ല മൊരിഞ്ഞ ദോശയാണ്. ദോശയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. അത് മോറിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരി ആയാലും എടുക്കാൻ പറ്റും. റൈസിൻ്റെ കൂടെ ഞാൻ 2 ഗ്ലാസ് റൈസ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. 6 സ്പൂൺ ചോറും 1 പിഞ്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഉപ്പ്. അപ്പോഴാ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഈ ചട്നി, ടൊമാറ്റോ ചട്നി ഈ രീതിയിൽ എടുത്താൽ ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് രാവിലെ നമ്മൾ ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട, സാമ്പാറും ഒക്കെ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം ഇത് കേടുകൂടാതിരിക്കുക. അപ്പം ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചോറിനോ എന്തിനു വേണ്ടിലും നമുക്കിത് ഇങ്ങനെ ചെയ്താൽ കഴിക്കാൻ പറ്റും, കേടാവത്തില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി.